എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. വളരെ പെർഫെക്റ്റ് ആയിട്ട് കുഴഞ്ഞു പോകാത്ത രീതിയിലുള്ള ഒരു ഉപ്പുമാവാണ്. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ നുറുക്ക് ഗോതമ്പ് ഒരു ഗ്ലാസ്സിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നുറുക്ക് ഗോതമ്പ് നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു അരമണിക്കൂർ ഇതൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഈ നുറുക്ക് ഗോതമ്പ് കുക്ക് ചെയ്യുന്നത് പ്രഷർ കുക്കറിലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗോതമ്പ് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ പ്രഷർ കുക്കറിലേക്ക് 1 ഗ്ലാസ് നുറുക്ക് ഗോതമ്പിന് 2 ഗ്ലാസ് വെള്ളം, അതായത് ഏത് കപ്പിലാണോ എടുക്കുന്നത് അതിൻ്റെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നവരെ ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 1 വിസിൽ വന്നിട്ടുണ്ട്. നമ്മുടെ നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളമൊക്കെ വറ്റി നന്നായിട്ടാണ് ഇതുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒന്നിൽ തൊടാതെ തന്നെ ഇത് കിടപ്പുണ്ട്. ഇനി ഒരു നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് നമ്മൾ ഉപ്പുമാവ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഉപ്പുമാവ് തയ്യാറാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുപോലെ നമ്മളിത് ഡ്രൈ ആയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ സവാള, ഒരു ചെറിയ ക്യാരറ്റ്, ഇഞ്ചി, പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, കടുക്, ഉഴുന്ന്, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങാ ചിരകിയത് കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ കുറച്ച് ഉഴുന്ന് പരിപ്പ്, അതുപോലെ തന്നെ വറ്റൽമുളക്, കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ്. സവാളയോ ചെറിയ ഉള്ളിയോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇഞ്ചി, പച്ചമുളക് ഇതുകൂടി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ ഇത് ഒരുപാടങ്ങ് ഫ്രൈ ആയി ബ്രൗൺ ആയി ഒന്നും വരണ്ട. ജസ്റ്റ് അതിൻ്റെ ഒരു മണം വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റോ ബീൻസോ ഗ്രീൻ പീസോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലിനി വെള്ളം ഒഴിച്ച് തിളപ്പിക്കുകയോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. കുക്ക് ചെയ്ത് നുറുക്ക് ഗോതമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ വെജിറ്റബിൾസ്, അതായത് ക്യാരറ്റൊക്കെ പ്രഷർ കുക്കറിൽ ഇട്ട് വെക്കുമ്പോൾ അതിൻ്റെ മിക്ക ഗുണങ്ങളും പോകും. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് കുക്ക് ചെയ്യാതെ ഇങ്ങനെ എടുക്കുമ്പോഴാണ് അതിൻ്റെ ഗുണം നമുക്ക് കിട്ടുക. അപ്പോൾ കുഴഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ തേങ്ങയും കൂടി ഇട്ടിട്ട് ഇളക്കി നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത് കൊച്ചു കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിലുള്ള ഒരു ഉപ്പുമാവാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയ റെസിപ്പി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്